ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. 10ഉം 11ഉം കൂടി പറയാമെന്ന് കരുതുന്നു. 2 ശ്ലോകം വീതം. 10ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക് ആദ്യം. തസ്മിൻ സ്തനം ദുർജര വീര്യമുൽബണം ഘോരാംഗമാദായ ശിശോർദദാവധ ഗാഠം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തദ് പ്രാണൈഃ സമം രോഷസമന്വിതോ ബിഭത്. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഈ ഒരു ശ്ലോകം വളരെ സുന്ദരമായ ഒരു ശ്ലോകമാണ്. കാരണം ആ ഉണ്ണിക്കണ്ണന് ജന്മം നൽകിയ യശോദാമ്മയ്ക്കു പോലും കിട്ടാതെ പോയ ഒരു ഭാഗ്യം പൂതന ആയിട്ടുള്ള പരിശുദ്ധയല്ലാത്തതായിട്ടുള്ള ഒരു അസുര സ്ത്രീക്ക് കിട്ടിയ ആ ഒരു അസുലഭ നിമിഷത്തെയാണ് ഈ ഒരു ശ്ലോകം വർണ്ണിക്കുന്നത്. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. തസ്മിൻ, തസ്മിൻ എന്നാൽ ആ. സ്തനം, സ്തനത്തെ. ദുർജരവീര്യമുൽബണം, ദുർജരവീര്യം ഉൽബണം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. ദുർജരവീര്യമുൽബണം. ദുർജരവീര്യം, ദുർജര എന്ന് പറഞ്ഞാൽ ജീർണിക്കാത്തത്, നശിക്കാത്തതായിട്ടുള്ള വീര്യം, വീര്യത്തോടു കൂടിയത്. ഇവിടെ ആ പൂതന തൻ്റെ സ്തനങ്ങളിൽ പുരട്ടിയിരിക്കുന്ന ആ ഘോരമായ വിഷത്തെക്കുറിച്ചാണ് പറയുന്നത്. നശിക്കാത്ത അല്ലെങ്കിൽ ജീർണിക്കാത്ത വീര്യത്തോടു കൂടിയ വിഷമുള്ളത്, ആ വിഷത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉദ്ബണം, ഉദ്ബണം എന്ന് പറഞ്ഞാൽ അതികഠിനവുമായിട്ടുള്ള. അപ്പം ജീർണിക്കാത്തതാണ്, അതികഠിനമാണ്. നമ്മൾ വിഷമെടുത്താൽ തന്നെ അതിൻ്റെ വീര്യം പല അളവിലായിരിക്കും അല്ലേ. എന്തിനേറെ നമ്മൾ സർപ്പത്തിൻ്റെ വിഷമെടുത്താൽ പോലും പല സർപ്പങ്ങളുടെയും വിഷത്തിൻ്റെ വീര്യത്തിന് വ്യത്യാസമുണ്ടാവും. അത് ഏതൊരു വിഷമാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിൻ്റെ വീര്യത്തിന്, അതിൻ്റെ ആ ഒരു ശക്തിക്ക് വ്യത്യാസമുണ്ടാവും. ഇവിടെ പറയുകയാണ് അതിഘോരമായ അതികഠിനമായ വീര്യത്തോടു കൂടിയ, ജീർണിക്കാത്ത, നശിക്കാത്ത എന്ന് പറഞ്ഞാൽ അത് പാഴായി പോവില്ല. ആ വിഷം അത് ആരിൽ എത്തുന്നുവോ അവരെ അത് നിശേഷം നശിപ്പിക്കും. നശിക്കാത്ത ഒന്നിനെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. സ്വയം നശിക്കുന്ന ഒന്നിന് മറ്റുള്ളതിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുകയില്ല. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ആദ്യന്തരഹിതനായ നാശമില്ലാത്തതായ ഭഗവാൻ തന്നിലേക്ക് എല്ലാത്തിനെയും ചേർക്കുന്നത്. ഭഗവാന് സ്വയം നാശമില്ല. മറിച്ച് നമ്മൾ വിചാരിച്ചാൽ നമുക്കൊക്കെ തുടക്കവും ഒടുക്കവും ഉള്ളതുകൊണ്ട് തന്നെ, നാശമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിനെയോ പൂർണ്ണമായും നശിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെ പ്രപഞ്ചത്തിന് തന്നെ ആധാരമായിരിക്കുന്ന ഒന്നിനെ, നാശമില്ലാത്ത ഒന്നിനെ നശിപ്പിക്കാനായിട്ടാണ് ഇവിടെ നാശമുള്ള പൂതന ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ആദ്യന്തരഹിതനായ ഭഗവാനെ നശിപ്പിക്കാനായി നശിക്കാത്ത അല്ലെങ്കിൽ പാഴായിപ്പോകാത്ത ഘോരമായ വിഷമുള്ള സ്തനങ്ങളോട് കൂടിയ ആണ് ആ പൂതനയുടെ വരവ്. അങ്ങനെയുള്ള ആ പൂതന ഘോരാംഗമാദായ, ഘോര അംഗം ആദായ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഘോരാംഗമാദായ. ഘോര എന്ന് പറഞ്ഞാൽ ഇവിടെ പൂതനയാണ് ഘോര എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിക്രൂരയായിട്ടുള്ള, ക്രൂര സ്വഭാവത്തോടു കൂടിയ, അതിക്രൂരയായിട്ടുള്ള. കാരണം ഏതൊരു സ്ത്രീയിലും ഒരു മാതൃത്വം ഉണ്ടാവും. അത് മറ്റ് ഒരു കുഞ്ഞുങ്ങളുടെയും നാശം ആഗ്രഹിക്കാൻ ആ സ്ത്രീയെ അനുവദിക്കില്ല. അഥവാ ഏതൊരു സ്ത്രീയും തൻ്റെ ഉള്ളിലെ
മാതൃഭാവം താൻ ജന്മം കൊടുത്തവളാണെങ്കിലും അല്ലെങ്കിലും തൻ്റെ ചുറ്റിനും കാണുന്ന ഏതൊരു ശിശുവിലും ആ മാതൃഭാവത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. അതല്ലാത്ത ഒരു സ്ത്രീയെയാണ് ഇവിടെ ഘോര എന്നുള്ള ഒരു വിശേഷണം കൊണ്ട് വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം സ്ത്രൈണത അല്ലെങ്കിൽ സ്ത്രൈണഭാവത്തിൽ ഒരു മാതൃഹൃദയം കുടികൊള്ളാത്ത സ്ത്രീ ഘോര തന്നെയാണ്. നമുക്കിന്ന് ഈ ലോകത്ത് കാണാം ഇതുപോലെ അല്ലേ, തൻ്റെ മക്കളെ ഇല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അന്യരുടെ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്ന ധാരാളം സ്ത്രീ രൂപങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു പദമാണിത് ഘോര എന്നുള്ളത്. ഇവിടെ പറയുകയാണ് ആ പൂതന, ഘോരയായിട്ടുള്ള അതിക്രൂരയായിട്ടുള്ള ആ പൂതന തൻ്റെ സ്തനങ്ങളിൽ ഏറ്റവും വീര്യമേറിയ വിഷത്തെ കലർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആ പൂതന അംഗം എന്നാൽ തൻ്റെ മടിത്തട്ടിൽ, തൻ്റെ മടിയിൽ ആദായ എന്നാൽ എടുത്തു വെച്ചു. ആരെ? ശിശോർദദാവധ, ശിശോഹോ ദദൗ അഥ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ശിശോർദദാവധ. ശിശോഹോ എന്ന് പറഞ്ഞാൽ ആ ശിശുവിനെ, ആ കുട്ടിക്ക് താൻ മുന്നിൽ കണ്ട ആ ഒരു പൊന്നുണ്ണിക്കണ്ണന, ആ നീലക്കാർ വണ്ണന, ദദൗ എന്നാൽ കൊടുത്തു, അഥ അനന്തരം. അപ്പോൾ ഇങ്ങനെ തൻ്റെ മാറിടത്തിൽ ഏറ്റവും വിഷമേറിയ ഒരു വിഷം പുരട്ടിക്കൊണ്ട് വന്ന, വീര്യമേറിയ ഒരു വിഷം പുരട്ടിക്കൊണ്ട് വന്ന ആ പൂതന തൻ്റെ മടിത്തട്ടിലേക്ക് ആ ശിശുവിനെ എടുത്തു വെച്ച് തൻ്റെ സ്തനങ്ങളെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി, മുലയൂട്ടാൻ തുടങ്ങി. ആ സമയത്ത് അനന്തരം ആ കണ്ണനാകട്ടെ എന്താ ചെയ്തത്? ഗാഠം കരാഭ്യാം ഭഗവാൻ. ഗാഠം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുറുക്കി അങ്ങോട്ട്, കരാഭ്യാം എന്നാൽ 2 കൈകൊണ്ട് മുറുക്കി അങ്ങോട്ട് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. ഇവിടെ ഭഗവാൻ എന്നത് പൂതനെ അറിയുന്നില്ലെങ്കിലും എഴുതിയ വ്യാസഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ആ വിശേഷണം തന്നെ അവിടെ പ്രയോഗിച്ചത്. 2 കൈകൊണ്ടും ഭഗവാൻ അങ്ങോട്ട് മുറുക്കി അങ്ങോട്ട് പിടിച്ചിട്ടോ പ്രപീഡ്യ തത്പ്രാണൈ സമം. പ്രപീഡ്യ എന്നാൽ നന്നായി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് അമർത്തി. തത് എന്ന് പറഞ്ഞാൽ അതിനെ, അതായത് ആ സ്തനത്തെ, തൻ്റെ വായിലേക്ക് വെച്ച് തന്ന ആ സ്തനത്തെ ആ ഭഗവാൻ തൻ്റെ 2 കൈകൊണ്ടും പിടിച്ച് നല്ലപോലെ അങ്ങോട്ട് പീഡിപ്പിച്ചു. അപ്പോൾ പ്രാണൈ സമം രോഷസമന്വിതോ പിബത്. പ്രാണൈ എന്നാൽ പ്രാണങ്ങളോടുകൂടി, സമം എന്നാൽ കൂടി എന്നുള്ള അർത്ഥം. പ്രാണൈ സമം പ്രാണങ്ങളോടുകൂടി, രോഷസമന്വിതോ പിബത്, രോഷസമന്വിത അപിബത്. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് രോഷസമന്വിതോ പിബത്. രോഷസമന്വിത എന്ന് പറഞ്ഞാൽ വളരെ ദേഷ്യത്തോടു കൂടിയവനായിട്ട്. ഭഗവാന്റെ മുഖത്തെ ഭാവം അപ്പോൾ ദേഷ്യമായിരുന്നു. എന്നിട്ട് അപിബത് വലിച്ചങ്ങോട്ട് കുടിച്ചു. സാധാരണ നമ്മൾ ഉണ്ണികൾക്ക് മുലയൂട്ടുമ്പോൾ അവർ ആ അമ്മയുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട്, അമ്മയുടെ മുഖം കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞ് അമ്മയുടെ പാൽ നുകരുന്നത്. പക്ഷെ ഇവിടെ ആദ്യമേ പറഞ്ഞു, ആ പൂതനയെ കണ്ടപ്പോൾ കണ്ണടച്ചു കളഞ്ഞു. തൻ്റെ കണ്ണിൻ്റെ മനോഹാരിത ആ പൂതനയ്ക്ക് കാണാനുള്ള യോഗ്യതയില്ല എന്ന് ഭഗവാന് തോന്നിയിട്ടാവാം, അതിനുള്ള പുണ്യം ആ പൂതനയോടൊപ്പം ഇല്ല എന്ന് തോന്നിയിട്ടാവാം കണ്ണുകൾ അടച്ചു. ഇല്ല എങ്കിൽ തനിക്ക് തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ഈ കപടഭാവത്തെ, കപട സുന്ദരി വേഷം ധരിച്ചു വന്നിരിക്കുന്ന ഈ പൂതനയുടെ കാപട്യത്തെ കാണണ്ട എന്ന് ഭഗവാൻ നിരീക്ഷിച്ചിട്ടാവാം ഭഗവാൻ കണ്ണുകൾ അടച്ചത്. അതുമല്ലെങ്കിൽ ഒരു ഉണ്ണിക്കും മുലയൂട്ടുമ്പോൾ ആ കുഞ്ഞു കണ്ണിലെ ആനന്ദം
ആ കുഞ്ഞു കണ്ണിൽ നിന്നും പറയാതെ പറയുന്ന കൈമാറുന്ന ആ സ്നേഹ സന്ദേശം ഒരു മാതൃഹൃദയത്തിനുണ്ടാക്കുന്ന ആനന്ദം അതനുഭവിക്കാൻ ഈ പൂതനയ്ക്ക് യാതൊരു അവകാശവുമില്ല എന്ന് ഭഗവാൻ നിരീക്ഷിച്ചിട്ടാവാം, അങ്ങനെ വിചാരിച്ചിട്ടാവാം ഭഗവാൻ കണ്ണുകൾ അടച്ചത്. അതുമല്ലെങ്കിൽ ആ കണ്ണുകളുടെ സൗന്ദര്യം കണ്ടിട്ട്, ആ കാരുണ്യഭാവം കണ്ടിട്ട് പൂതന തൻ്റെ കൃത്യത്തിൽ നിന്നും പിന്മാറേണ്ട, പൂതനയുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് ഭഗവാൻ മുന്നേ കൂട്ടി കണ്ടിട്ടാവാം കണ്ണുകൾ അടച്ചത്. ഏതായാലും അങ്ങനെ കണ്ണുകൾ അടച്ചു കിടന്ന ഉണ്ണിയുടെ ആ പാൽപുഞ്ചിരി തൂകുന്ന, അതുകൊണ്ട് തന്നെ ആ ഉണ്ണിക്ക് ഈ തന്നെ മുലയൂട്ടുന്ന ആ സ്ത്രീയുടെ ആ മാതൃഭാവം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ സ്ത്രീയുടെ കപടഭാവം, തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ കപട സ്ത്രീയെ തൻ്റെയും കാപട്യം കൊണ്ട് ഒരു സാധാരണ ഉണ്ണിയിൽ നിന്നും വ്യത്യസ്തനായി കണ്ണുകളടച്ച് പുഞ്ചിരി പൊഴിക്കാതെ മുഖത്ത് രോഷഭാവത്തോടുകൂടി ഭഗവാൻ തൻ്റെ 2 കൈകളും കൊണ്ട് തൻ്റെ വായിലേക്ക് വെച്ച് തന്ന ആ സ്തനങ്ങളെ നന്നായി പീഡിപ്പിച്ചു. കാരണം ആ സ്തനങ്ങളിലൂടെ, ആ സ്തനത്തെ പാനം ചെയ്യുന്നതിലൂടെ തൻ്റെ ഉള്ളിലേക്ക് താൻ വലിച്ചെടുക്കുന്നത് ഈ പൂതനയുടെ പ്രാണങ്ങളെയും കൂടിയാണ്, പ്രാണനെയും കൂടിയാണ് എന്ന് ഭഗവാൻ അറിയാമായിരുന്നു. തൻ്റെ കണ്ണിൽ നിന്നും ആ കാരുണ്യ കടാക്ഷം ഈ പൂതനയിൽ പതിയണ്ട എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആ പ്രാണങ്ങളോട് കൂടി തന്നെ ഭഗവാൻ, ആ രോഷത്തോടു കൂടി തന്നെ ഇവിടെ ആ ശിശുവിൻ്റെ മുഖത്ത്, ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്ത് ആ രോഷഭാവം വന്നത് ഇവിടെ തൻ്റെ അടുത്ത് വന്ന ഒരാൾ, തന്നെ കൊല്ലാൻ വന്ന ഒരാൾ, ഈ പൂതന, ഈ രാക്ഷസി ഇനിയും ഒരു കുഞ്ഞിനെയും കൊല്ലരുത് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടാവാം. മഹാബലിയുടെ അടുത്ത് 3 അടി യാചിച്ചു വരുന്ന ആ വാമനമൂർത്തിയോട് മഹാബലി പറയുന്നുണ്ട്, തന്നോട് 3 അടി യാചിച്ച ഒരു ബ്രാഹ്മണകുമാരൻ ഇനി ആരോടും യാചിക്കാൻ ഇടവരരുത്, അതുകൊണ്ട് വേണ്ടുവോളം ചോദിച്ചോളൂ. ഇവിടെ ഭഗവാന് നിശ്ചയിച്ചു, തന്നെ കൊല്ലാൻ വന്ന, തൻ്റെ അടുത്തേക്ക് എത്തിപ്പെട്ട ഈ പൂതന ഇനി മറ്റൊരു ശിശുവിനെയും കൊല്ലാൻ പോകരുത് എന്ന് നിശ്ചയിച്ചത് കൊണ്ട് ഭഗവാൻ ആ രോഷം മുഴുവൻ അങ്ങോട്ട് തൻ്റെ മുഖത്ത് പ്രകടിപ്പിച്ചു. ആ സ്ത്രീക്ക്, ആ പൂതനയ്ക്ക് അത്ര പോലും ആ ഉണ്ണിയുടെ മുഖത്തെ സൗന്ദര്യമോ കാരുണ്യമോ നുകരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഭഗവാനാകട്ടെ പുറമേ ആ രോഷഭാവം കാണിക്കുമ്പോഴും പൂതനയോട് കാണിച്ചത് അതിയായ കാരുണ്യം. കാരണം തൻ്റെ അമ്മയായിട്ടുള്ള, തനിക്ക് ജന്മം തന്നിട്ടുള്ള ആ ദേവകീദേവിക്ക് കിട്ടാത്ത ഭാഗ്യമാണിവിടെ പൂതനയെന്ന അസുര സ്ത്രീക്ക് ഭഗവാൻ കൊടുത്തത്. മടിയിലെടുത്തു വെച്ച് പാലൂട്ടാനുള്ള ഭാഗ്യം, ആ സൗന്ദര്യത്തെ കണ്ണുകൊണ്ടൊഴിയാനുള്ള ഭാഗ്യം പൂതനയുടെ കണ്ണുകൾക്ക് കൊടുത്തു. ആ അംഗസ്പർശമേൽക്കാനുള്ള ഭാഗ്യം ഭഗവാൻ പൂതനയ്ക്ക് കൊടുത്തു. നമ്മളിനിയും കാണും, ശകടാസുര വധമൊക്കെ നടത്തുമ്പോൾ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, എൻ്റെ അംഗസ്പർശമേറ്റ ഒരാളിന് ആ മുക്തിപദം അല്ലെങ്കിൽ എന്നിലേക്ക് ലയിക്കാനുള്ള ആ ഒരു സമയം വിദൂരമാവില്ല എന്ന്. ഇവിടെയും പൂതനയ്ക്കും അതേ കാരുണ്യമാണ് ഭഗവാൻ കൊടുത്തത്. ഭഗവാന്റെ അംഗസ്പർശമേൽക്കാനുള്ള ഭാഗ്യം കിട്ടിയ പൂതനയ്ക്ക് തന്നോട് തന്നെ ലയിച്ചു ചേരാനുള്ള മഹാഭാഗ്യമാണ് ഇവിടെ ഭഗവാൻ കൊടുത്തത്. എന്നാൽ ഈ ഭാഗ്യമാകട്ടെ ആ ഉണ്ണിയെ മടിയിലെടുത്ത് വെച്ച് പാലൂട്ടാൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സൗന്ദര്യത്തെ തൻ്റെ കണ്ണുകൾ കൊണ്ട് നുകർന്നെടുക്കുവാൻ ഉള്ള മഹാഭാഗ്യം ദേവകീദേവിക്ക് കിട്ടിയതുമില്ല. അങ്ങനെ വളരെ സുന്ദരമായ ഒരു പാപിയായ, എത്രയോ ശിശുക്കളെ ഇതിനോടകം തന്നെ കൊന്നൊടുക്കിയിരിക്കുന്നു ആ പൂതന. അങ്ങനെയുള്ള പാപിയായ പൂതനയോട് പോലും ഭഗവാൻ കാണിച്ചത് അതിയായ കാരുണ്യമായിരുന്നു. ഭഗവാനെ തേടി അവിടെ എത്തിയപ്പോൾ പൂതനെ അന്വേഷിച്ച് നടന്നതും ഈ ഭഗവാനെയാണ്, ഈ ഉണ്ണിയാണ് ഇത്ര കാലവും താൻ അന്വേഷിച്ച് നടന്നത്. നമ്മളുമൊക്കെ ഇതുപോലെയാണ് തേടി നടക്കുന്നത്, ആ ഒന്നിനെയാണ്, ആ പരിപൂർണ സ്വരൂപത്തെ.
ആ ആനന്ദാമൃതത്തെ ഒടുവിൽ ഏതെങ്കിലും വിധത്തിൽ, ഭാവം ഏതുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും വിധത്തിൽ അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ പിന്നെ ഭഗവാനിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരും. ഭഗവാൻ തന്നോട് ചേർക്കാനുള്ള സമയം കുറഞ്ഞു കുറഞ്ഞു വരും. ഇവിടെയും ഭഗവാനെ സമീപിച്ചത് പൂതന ഏതൊരു ഭാവത്തിലാണോ, കൊല്ലാനുള്ള ഭാവത്തിലാണെങ്കിൽ അതേ ഭാവത്തോടു കൂടി തന്നെ കൊന്നു തന്നെ ഭഗവാൻ അങ്ങോട്ട് പൂതനയ്ക്ക് അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ ഭഗവാനെ സമീപിക്കുന്നത് ഏതൊരു ഭാവത്തിലായാലും അത് ഹിരണ്യകശിപുവിൻ്റെ ഭാവമായിരുന്നില്ല പ്രഹ്ലാദൻ്റേത്, ആ ഭാവമായിരുന്നില്ല പൂതനയുടേത്. ഭാവം ഏതായിരുന്നാലും ഭഗവാനിലേക്ക് എത്തുകയേ വേണ്ടൂ, ഭഗവാനെ തേടി അലയുകയേ വേണ്ടൂ. ഒരിക്കൽ ഭഗവാനിലേക്ക്, ഭഗവാന്റെ അംഗസ്പർശം ഏൽക്കാൻ കഴിഞ്ഞാൽ, ഭഗവാന്റെ ആ സാമീപ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്നും ഭഗവാനോട് ചേർന്നിരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ നമ്മൾ ഓരോരുത്തരിലും അനുഗ്രഹം ചൊരിയും. ഇവിടെ പൂതനെ അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ അംഗസ്പർശം ഏറ്റതോടുകൂടി ബാഹ്യമായ വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴും തൻ്റെ കാപട്യത്തിൻ്റെ മുഖം മൂടി വലിച്ചെറിയായിരുന്നു ഭഗവാൻ അവിടെ. ആ പൂതനയുടെ കാപട്യത്തിൻ്റെ മുഖം മൂടി. പക്ഷെ ആ വലിച്ചു കീറിയ വേദന മാത്രമേ പൂതനെ അറിഞ്ഞുള്ളൂ. പിന്നീടുള്ളത് നിത്യാനന്ദത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, ജ്ഞാനസ്വരൂപൻ്റെ അടുക്കലേക്കുള്ള യാത്രയായിരുന്നു. പരമമായ സുഖം, പരമമായ ആനന്ദം, എങ്ങും വെളിച്ചം തൂകി നിൽക്കുന്ന, ആനന്ദാമൃതം പൊഴിക്കുന്ന വീഥിയിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അതുല്യമായ, അസുലഭമായിട്ടുള്ള അവസരമായിരുന്നു പൂതനയ്ക്ക് അതുവഴി കൈവന്നത്. മഹാഭാഗ്യമെന്നേ പറയേണ്ടൂ. ഇത്രയും പാപിയായിട്ടുള്ള പൂതനയെ ഭഗവാൻ അനുഗ്രഹിച്ചുവെങ്കിൽ സജ്ജനങ്ങളെ, ഒരു പക്ഷെ അത്രയൊന്നും മഹാപാപം ചെയ്തിട്ടില്ലാത്ത നമ്മളെയും ഭഗവാൻ കൈവിടില്ല. ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കുക. ഹിരണ്യാക്ഷൻ്റെ കഥ നമ്മൾ കണ്ടിരുന്നു നാരായണീയത്തിൽ. അലഞ്ഞുകൊണ്ടേയിരിക്കുക, എവിടെയാണ് ആ ഹരിയെന്ന് തിരക്കി. നമ്മൾ അന്വേഷിച്ച് ഒടുവിൽ ചെന്ന് നിൽക്കുക. എല്ലാത്തിൻ്റെയും അവസാനം ആ ഒന്നിലായിരിക്കും ചെന്ന് നിൽക്കുക. കാരണം ആദ്യന്തരഹിതനായിട്ടുള്ള, അവസാനമില്ലാത്ത ഒന്നിലേക്ക് മാത്രമേ അവസാനം നമുക്ക് എത്തിച്ചേരാൻ കഴിയൂ. എല്ലാത്തിനും അവസാനമുണ്ട്. എവിടേക്കൊക്കെ എത്തിച്ചേർന്നാലും അതിനൊക്കെ അവസാനമുണ്ട്. അതെല്ലാം കടന്ന് അവസാനമില്ലാത്ത ഒന്നിലേക്ക് അവസാനം നമ്മൾ എത്തിച്ചേരുമ്പോൾ അവിടെ ആ ഭഗവാൻ പിന്നെ നമ്മളെ തൻ്റെ അടുത്ത് തന്നെ ഇരിപ്പിടം തന്നെ തന്ന് ചേർത്ത് നിർത്തും. സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുക, സദാ വിളിച്ചുകൊണ്ടിരിക്കുക ഭഗവാനെ, സദാ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുക, സദാ കീർത്തിച്ചു കൊണ്ടിരിക്കുക. ആ അംഗസ്പർശം ഏൽക്കാൻ നമുക്കുമൊക്കെ ഭഗവാൻ ഒരിക്കൽ അനുഗ്രഹം ചൊരിയും, അവസരം തരും, ഉറപ്പാണ്. അതാണ് നമുക്ക് ഈ പൂതനയുടെ കഥ കാണിച്ചു തരുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. തസ്മിൻ സ്തനം ദുർജര വീര്യമുൽബണം ഘോരാംഗമാദായ ശിശോർദദാവധ ഗാഠം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തത് പ്രാണൈഃ സമം രോഷസമന്വിതോപിബത്. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദുർജരവീര്യമുൽബണം, അവിടെ ഉൽബണമാണ്. അതുപോലെ ഘോരാംഗമാദായ, ആ ഘോരാംഗം ആദായ ആണ്. അടുത്തത് ശിശോർദദാവധ, അവിടെ ആദ്യത്തെ ദ കൂട്ടക്ഷരമാണ്, കുറച്ച് കട്ടിയിൽ വായിക്കുക. പിന്നെ അടുത്തത് പ്രാണൈഃ സമം, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ നിർത്തുക. പിന്നെ രോഷസമന്വിതോപിബത്, അത് ചേർത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്.
ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദങ്ങൾ കൂടി പറഞ്ഞുതരാം. ഘോരാ ശിശും അംഗം ആദായ ദുർജരവീര്യം ഉൽബണം സ്തനം ആദായ തസ്മിൻ ശിശോ മുഖേ അഥ ദദൗ ഭഗവാൻ രോഷസമന്വിതഃ കരാഭ്യാം ഗാഢം പ്രപീഡ്യ തത് പ്രാണൈ സമം അപിബത്. ഒന്നുകൂടി പറയാം. ഘോരാ ശിശും അംഗമാദായ ദുർജരവീര്യം ഉൽബണം സ്തനം ആദായ തസ്മിൻ ശിശോ മുഖേ അഥ ദദൗ ഭഗവാൻ രോഷസമന്വിതഃ കരാഭ്യാം ഗാഢം പ്രപീഡ്യ പ്രാണൈ സമം അപിബത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്കൊന്ന് അനുസ്മരിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. നമുക്ക് നോക്കാം. സാ മുഞ്ച മുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി വിവൃത്യ നേത്രേ ചരണൗ ഭുജൗ മുഹു പ്രസ്വിന്ന ഗാത്രാക്ഷിപതിരുരോധഃ. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇതിലെ പദങ്ങളുടെ അർത്ഥം നോക്കുമ്പം ഇവിടെയും നമുക്ക് വളരെ രസകരമായ ഒരു രംഗമാണ് വ്യാസഭഗവാൻ വർണ്ണിച്ചു തരുന്നത്. തൻ്റെ ഭാവം എന്തായിരുന്നുവോ അതേ രീതിയിലാണ് ഭഗവാൻ ഇങ്ങോട്ടും ആ പൂതനയോട് കാണിച്ചത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുക, അല്ലേ? നമുക്കൊരാളിനോട് ഇടപെടാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം അതേപോലെ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളവരോടാണെങ്കിൽ നമ്മൾ പെരുമാറുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് അതാണ് അങ്ങോട്ട് കൊടുക്കുന്നത്, അല്ലേ? ഇവിടെ പൂതന വന്നിട്ട് എന്താണോ ഭഗവാന് കൊടുത്തത് ഭഗവാൻ അതേ ഭാവമാണ് തിരിച്ചും കാണിച്ചു കൊടുത്തത്. പൂതന തൻ്റെ ഉള്ളിലെ രോഷത്തെ അല്ലെങ്കിൽ ആ ഒരു ആസുരിക ഭാവത്തെ മറച്ചു വെച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്നു. ഭഗവാൻ ഇവിടെ കണ്ണുമടച്ച് തൻ്റെ യഥാർത്ഥ ഭാവത്തെ അങ്ങോട്ട് മറച്ചു വെച്ചുകൊണ്ട് പൂതന എന്താണോ ഇങ്ങോട്ട് കാണിച്ച് അതേപോലെ ഒരു രോഷഭാവം. ഭഗവാന് ഒരിക്കലും കോപം വരാറില്ല. നമുക്ക് ഭഗവാന്റെ ഏതൊരു കഥയെടുത്താലും അവിടെയൊക്കെയും ഭഗവാന് ഒരു കരുണ തുളുമ്പുന്ന ഒരു പുഞ്ചിരി ഭഗവാൻ എല്ലായിടവും പൊഴിക്കാറുണ്ട്. ശിശുപാലവധമടക്കം ഏതൊരു രംഗമെടുത്താലും അവിടെയൊക്കെ ഭഗവാനിൽ മായാത്ത ഒരു പുഞ്ചിരി ഉണ്ടാവും. ഇവിടെ ഈ പൂതന വന്നത് ഏതൊരു ഭാവത്തിലാണോ ആ ഒരു ഭാവം, ആ രോഷഭാവം ഭഗവാൻ മുഖത്ത് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയും അതേ ഭാവം, അപ്പോൾ ഭഗവാൻ കൊടുത്തതിൻ്റെ ഒരു റിയാക്ഷൻ, ഒരു പ്രതികരണമാണ് ഈ ഒരു ശ്ലോകത്തിൽ വ്യാസഭഗവാൻ പറയുന്നത്. പറയാണ് സാ എന്ന് പറഞ്ഞാൽ അവൾ, ആ പൂതന മുഞ്ച മുഞ്ചാലം ഇതി പ്രഭാഷിണി. മുഞ്ച എന്ന് പറഞ്ഞാൽ വിടു. അടുത്തത് മുഞ്ചാലമിതി. മുഞ്ച അലം ഇതി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് മുഞ്ചാലമിതി. അപ്പോൾ മുഞ്ച മുഞ്ച വിടു വിടു എന്ന അലം, അലം എന്ന് പറഞ്ഞാൽ മതി, ഇതി എന്ന. അപ്പോൾ വല്ലാതെ തൻ്റെ സ്തനങ്ങളെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ കൂടി ഭഗവാൻ ആ സ്തന്യത്തിലൂടെ, ആ പാലിലൂടെ അങ്ങോട്ട് വലിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോൾ പൂതനയ്ക്കാകെ സഹിക്കാനാവാത്ത വിഷമസ്ഥിതിയായി. അപ്പോൾ പൂതന കിടന്ന് വിളിച്ചു കൂവി, എന്താ? മുഞ്ച മുഞ്ച അലം, വിടു വിടു മതി എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ പ്രഭാഷിണി എന്ന് പറഞ്ഞാൽ ഉറക്ക പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വേദന സഹിക്കാനാവാതെ ഉറക്ക നിലവിളിച്ചു. വിടു വിടു മതി എന്നിങ്ങനെ ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി.
ഇവിടെ നിഷ്പീഡ്യമാന അഖില ജീവമർമ്മണി എന്നിങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് നിഷ്പീഡ്യമാന അഖില ജീവമർമ്മണി. നിഷ്പീഡ്യമാന എന്ന് പറഞ്ഞാൽ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടവളായിട്ടുള്ള, ഏറ്റവും, അതായത് ലോകത്ത് ഒരു പക്ഷേ അതുവരെ ഇത്രയും ഭഗവാൻ പീഡിപ്പിച്ച വേറൊരു ചരിതം ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടവളായി മാറി പൂതന. ഏതു പ്രകാരത്തിൽ, എത്ര ഘോരമായ രീതിയിൽ, എത്ര ഉഗ്രമായ രീതിയിലാണോ ഭഗവാനെ ഇങ്ങോട്ട് പീഡിപ്പിക്കാൻ വന്നത്, ദ്രോഹിക്കാൻ വന്നത്. ഏറ്റവും ഘോരമായിട്ടുള്ള വിഷത്തെ തന്നെ തൻ്റെ സ്ഥലങ്ങളിൽ പുരട്ടിക്കൊണ്ട് ആ ഭഗവാനെ ദ്രോഹിക്കാൻ വന്ന പൂതനയെ ഭഗവാൻ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടവളാക്കി മാറ്റിയപ്പോൾ ആ വേദന സഹിക്കാനാവാതെ, കാരണം ആ പീഡിപ്പിക്കപ്പെട്ടത് അഖില ജീവമർമ്മണി, അഖില എന്ന് പറഞ്ഞാൽ സർവവും, എല്ലാ ജീവമർമ്മണി, ജീവൻ്റെ മർമ്മങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ ആണ് ഇവിടെ പൂതന പീഡിപ്പിക്കപ്പെട്ടത്. തൻ്റെ സ്ഥലങ്ങളിൽ, തൻ്റെ കഴുത്തിൽ, സാധാരണ ഒരു കുഞ്ഞു പാല് കുടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അമ്മയുടെ സ്ഥലങ്ങളിൽ, കഴുത്തിൽ ഒക്കെ അങ്ങനെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ ചവിട്ടുകയും അമർത്തുകയും കൈകൊണ്ട് ഇങ്ങനെ വെച്ച് കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഒരു ഉണ്ണി പാല് കുടിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഈ കുഞ്ഞും ഈ സുന്ദരനും ഈ ഉണ്ണികൃഷ്ണനും പാല് കുടിച്ചത് ആ പൂതനയുടെ സ്ഥലങ്ങളിലും കഴുത്തിലും ഹൃദയത്തിലുമൊക്കെ നന്നായി പ്രഹരിച്ചുകൊണ്ടാണ്, പീഡിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ ആ മർമ്മസ്ഥാനങ്ങളിലൊക്കെ തന്നെ, ജീവൻ്റെ മർമ്മസ്ഥാനങ്ങൾ, ഈ മർമ്മം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ചെറിയൊരു പ്രഹരമേറ്റാൽ പോലും അത് ജീവഹാനിക്ക് ഇടയാക്കി മാറ്റും. ഇവിടെ തന്നെയല്ല, വേദനയും അതിഭയങ്കരമായിരിക്കും. ഇവിടെയാകട്ടെ മർമ്മസ്ഥാനങ്ങളിലൊക്കെയും ഭഗവാൻ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ആ പൂതന, ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടവളായി മാറിയ പൂതന ഉറക്കെ നിലവിളിച്ചു. വിടൂ വിടൂ മതി എന്ന ഭഗവാന്റെ അടുത്ത് ഉറക്കെ നിലവിളിച്ചു. അങ്ങനെയുള്ള വിവൃത്യ നേത്രേ ചരണൗ ഭുജൗ മുഹു. വിവൃത്യ, വിവൃത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുഴറ്റിയിട്ട്, എങ്ങനെ, നേത്രേ, നേത്രേ എന്ന് പറഞ്ഞാൽ കണ്ണുകളെ, അതായത് കണ്ണുകൾ ചുഴറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല കണ്ണ് പുറത്തേക്ക് തള്ളുകയായിരുന്നു കണ്ണ് എന്ന് പറഞ്ഞാൽ, അത്രമാത്രം വേദന സഹിക്കാനാവാതെ ആ കണ്ണുകളൊക്കെ പുറത്തേക്ക് അങ്ങനെ തള്ളുന്നത് പോലെ തൻ്റെ ചുറ്റും അങ്ങനെ വേദന കൊണ്ട് സഹിക്കാനാവാതെ ആ നേത്രങ്ങൾ പോലും ആ വേദനയുടെ കാഠിന്യം വിളിച്ചു പറഞ്ഞു. പൂതന അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം നേത്രങ്ങളിലൂടെ പുറത്തേക്ക് വന്നു. അങ്ങനെ പിന്നെയോ ചരണൗ ഭുജൗ മുഹു. ചരണൗ കാലുകളെയും അതുപോലെ ഭുജൗ കൈകളെയും ഒക്കെ, മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും ഇങ്ങനെ കൈകളെയും കാലുകളെയും ഒക്കെ പ്രസ്വിന്നഗാത്ര ക്ഷിപതിരുരോധഃ. പ്രസ്വിന്നഗാത്ര, ഗാത്രം എന്നാൽ ശരീരം. പ്രസ്വിന്നഗാത്ര എന്ന് പറഞ്ഞാൽ വളരെയധികം വിയർക്കുകയായിരുന്നു ശരീരം. കാരണം ഈ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്ന സമയത്ത് തൻ്റെ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന ഉണ്ണിയെ കൈകൊണ്ടും ആ ഉണ്ണിയുടെ കയ്യിലും കാലിലും പിടിച്ച് ദൂരേക്ക് എറിയാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തൻ്റെ കൈകാലുകൾ എടുത്തിട്ട് താഴെ അടിക്കുന്നുണ്ട്, വേദന സഹിക്കാനാവാതെ പൂതന. അങ്ങനെ ആ ഉണ്ണിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. മതി മതി പറയുന്നുണ്ട്, വിടൂന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഉണ്ണിയാകട്ടെ ഇതൊന്നും അറിയാതെ അങ്ങനെ ആസ്വദിച്ച് മുഖത്തൊരൽപ്പം രോഷഭാവവും ഒക്കെ വരുത്തി ആ പതിവ് കാപട്യം മുഴുവൻ അങ്ങനെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ ആ സ്ഥലങ്ങളിൽ നിന്നും പൂതനയുടെ പ്രാണനെയും കൂടി ചേർത്ത് പാൽ നുകർന്നുകൊണ്ടേയിരിക്കുന്നു. പൂതനയാകട്ടെ ഇവിടെ ആ ഉണ്ണിയെ എങ്ങനെയും വിടുവിക്കാനായി കൈകളെയും കാലുകളെയൊക്കെ വലിച്ചങ്ങനെ ദൂരേക്ക് എറിയാൻ, ആ ഉണ്ണിയെ എറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം വേദന സഹിക്കാനാവാതെ തൻ്റെ കൈകളും കാലുകളും എടുത്ത് താഴെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കഷ്ടപ്പാടിൽ, അതായത് ഉള്ളിൽ നിന്നും വേദനയുടെ ആ ഒരു തീവ്രത, ഒപ്പം ശാരീരികമായി എടുക്കുന്ന ഒരു എഫേർട്ട്, അതിൻ്റെ ആ ഒരു പ്രയത്നം, ഉണ്ണിയെ പിടിച്ച് ദൂരെ എറിയാനും
തൻ്റെ സ്ഥലങ്ങളിൽ നിന്നും വിടുവിച്ച് ദൂരെ എറിയാനും ഒപ്പം തൻ്റെ കൈകാലുകൾ വേദന കൊണ്ട് താഴെയിട്ട് അടിച്ചുമൊക്കെ ശരീരമാകെ പ്രസ്വിന്നഗാത്ര വിയർത്തൊലിക്കുന്ന ശരീരത്തോടു കൂടിയവളായി മാറി. അങ്ങനെയുള്ള ആ പൂതന ക്ഷിപതി രുരോധഃ. ക്ഷിപതി എന്ന് പറഞ്ഞാൽ എറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കയ്യും കാലും ഒക്കെ താഴെയിട്ട് അടിക്കുന്നുണ്ട് ആ പൂതന. അങ്ങനെയുള്ള രുരോധഃ, രുരോധ എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ഇവിടെ ഹ എന്നുള്ളത് ഒരു പക്ഷേ വർണ്ണിക്കുന്ന വ്യാസഭഗവാന്റെ സന്തോഷഭാവത്തെ കാണിക്കാൻ കൂടിയാവാം ചേർത്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം നമുക്കുമൊക്കെ ആ ഒരു രംഗം സങ്കല്പിച്ചു നോക്കിയാൽ ഭഗവാനായിരുന്നാൽ പോലും ആ ഉണ്ണിക്കണ്ണനെ മടിയിലെടുത്തിരുത്തി വിഷം കൊടുക്കുന്നുവല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ഒരു സങ്കടമുണ്ടാവും. അവസാനം ഏതൊരു വിഷത്തിലൂടെ ഭഗവാനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുവോ ആ വിഷഭാവത്തോടു കൂടി തന്നെ ഭഗവാൻ തിരിച്ച് ആ വിഷത്തിലൂടെ തന്നെ വിഷവുമായി വന്ന പൂതനയെ ഇല്ലാതെയാക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ വിഷം തന്നെ പൂതനയുടെ നാശത്തിലേക്ക് വഴിവയ്ക്കുന്നത് കാണുമ്പോൾ ഒരു പക്ഷെ ആശ്വാസത്തിൻ്റെ, ഒരു ആനന്ദത്തിൻ്റെ, ഒരു ദീർഘനിശ്വാസമാവാം, ഒരു നെടുവീർപ്പാകാം ആ ഹ എന്ന വാക്കുകളിലൂടെ ഇവിടെ വ്യാസഭഗവാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയേറെ വേദന അനുഭവിച്ച് തൻ്റെ കൈകാലുകളെ താഴെയിട്ടടിക്കുകയും ആ ഉണ്ണിയെ തൻ്റെ മാറിൽ നിന്നും വലിച്ചെറിയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ണി തന്നെ ആശ്രയിച്ചു വന്ന, തന്നെ എടുത്ത് മടിയിൽ വെച്ച് തന്നെ പാലൂട്ടി ആ പൂതനെ കൈവിടാൻ തയ്യാറായില്ല. ഭഗവാൻ അങ്ങനെയല്ലേ, ഒരിക്കൽ ഭഗവാനെ ആശ്രയിച്ചു ചെന്നാൽ നമ്മളൊക്കെ വിട്ടിട്ട് പോയാലും ഭഗവാൻ നമ്മളെ വിടില്ല. ആ ഭഗവാൻ തൻ്റെ കൈകളിൽ അങ്ങനെ ചേർത്തു വയ്ക്കും, മുറുക്കെ പിടിച്ചു നിർത്തും നമ്മളെ. ഇതേപോലെ ആ പൂതനയെയും ഭഗവാൻ അങ്ങോട്ട് തൻ്റെ 2 കൈകൾ കൊണ്ട് മുറുക്കെ പിടിച്ചു വെച്ചു. ഏതൊരു അംഗത്തിലൂടെയാണോ തന്നിലേക്ക് സ്പർശനമുണ്ടായത്, സംഘമുണ്ടായത് പൂതനയ്ക്ക്, ആ അംഗത്തെ തന്നെ തൻ്റെ 2 കൈകൾ കൊണ്ട് അങ്ങോട്ട് മുറുക്കെ പിടിച്ച് തന്നോട് ചേർത്ത് വെച്ചു. ഭഗവാൻ വിടാൻ തയ്യാറായില്ല. പൂതന വിട്ടിട്ട് പോകാനാകുന്നതും ശ്രമിച്ചു. ആ ഉണ്ണിയുടെ കൈകാലുകളെയൊക്കെ പിടിച്ച് വലിച്ച് ദൂരേക്ക് എറിയാൻ നോക്കി. തൻ്റെ സ്ഥലങ്ങളെ വിടുവിച്ച് തനിക്ക് രക്ഷ നേടാൻ, തനിക്ക് ജീവൻ കിട്ടിയാൽ മതി, തൻ്റെ ജീവൻ രക്ഷിച്ചാൽ മതി എന്നായി. അപ്പോഴേക്കും പൂതനയ്ക്ക് വേദന സഹിക്കാനാവാതെ കൈകാലുകൾ എടുത്തു കുടഞ്ഞു താഴത്തല്ലി പൂതന നിലവിളിച്ചു, വിടൂ വിടൂ മതി എന്നും പറഞ്ഞു. ഭഗവാന് മതിയായില്ല. പക്ഷേ തനിക്ക് ജന്മം തന്ന ആ ദേവകീ ദേവിയുടെ പാൽ നുകരാനോ തനിക്ക് കഴിഞ്ഞില്ല. എങ്കിൽ തന്നെ തേടി ഇങ്ങോട്ട് വന്ന് തനിക്ക് പാൽ തന്ന ഈ അമ്മയുടെ പാൽ താൻ മുഴുവൻ അങ്ങോട്ട് വലിച്ചു കുടിച്ചേക്കാം. ഉള്ളിലെ പാപങ്ങളെയൊക്കെ ഇങ്ങനെ തന്നെ ഈ പാലിലൂടെ തന്നെ ഇല്ലാതെയാക്കിയേക്കാം. എന്നിട്ട് ആ പാപങ്ങളെയൊക്കെ കൊണ്ട് വഹിച്ചു കൊണ്ടുവന്ന ആ പൂതനയെന്ന അസുര സ്ത്രീയെ പാപരഹിതയാക്കി മാറ്റാമെന്ന് ഭഗവാൻ നിശ്ചയിച്ചത് കൊണ്ടാവാം ഭഗവാൻ വിട്ടില്ല. ഈ പൂതന എത്ര നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും തന്നെ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ഗുരുവായൂരപ്പൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ വിടാതെ അങ്ങനെ ആ പൂതനയെ തൻ്റെ കൈകൾ കൊണ്ട് ചേർത്തു പിടിച്ചു. ഇനി ഒരിക്കലും ഒരു വിടുതലില്ല എന്നുള്ള മട്ടിൽ ഭഗവാൻ തന്നെ തേടി വന്നവളെ അങ്ങനെ തന്നോട് ചേർത്ത് വെക്കാൻ ഒരുമ്പെടുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ്, ലീലയാണ് വ്യാസഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സാ മുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി വിവൃത്യ നേത്രേ ചരണൗ ഭുജൗ മുഹു പ്രസ്വിന്നഗാത്രാക്ഷിപതിരുരോധഃ. ഇനി നമുക്ക് ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
ആദ്യത്തെ പദത്തിൽ മുഞ്ചാലമിതി, അവിടെ ഇതിയാണ്, മുഞ്ച അലം ഇതിയാണ്, അതുകൊണ്ട് മായ്ക്ക് ഈ കാരം ശ്രദ്ധിക്കുക. പിന്നെ നിഷ്പീഡ്യമാന അഖില ജീവമർമ്മണി, നിഷ്പീഡ്യമാന അഖില ജീവമർമ്മണി. അപ്പം നിഷ്പീഡ്യമാന കഴിഞ്ഞ അഖില ആയതുകൊണ്ട് ആ കാരം ശ്രദ്ധിക്കുക. അതുപോലെ ആ വരി മുഴുവൻ ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ മൂന്നാമത്തെ വരിയിൽ വരുമ്പോൾ മുഹു, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. നാലാമത്തെ വരിയിൽ പ്രസ്വിന്നഗാത്ര, അത് ചിലപ്പോൾ തുടക്കക്കാർക്ക് ഇച്ചിരി കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിച്ചേക്കാം, എങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ കിട്ടാവുന്നതേയുള്ളൂ. ഇത് ഇത്രയുമാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസവും കൂടി നോക്കാം. മുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിണി അഖില ജീവമർമ്മണി നിഷ്പീഡ്യമാന സാ നേത്രേ നേത്രേ വിവൃത്യ ചരണൗ ഭുജൗ മുഹു ക്ഷിപതി പ്രസ്വിന്നഗാത്ര രുരോദഃ. ഒന്നുകൂടി പറയാം. മുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിണി അഖില ജീവമർമ്മണി നിഷ്പീഡ്യമാന സാ നേത്രേ വിവൃത്യ ചരണൗ ഭുജൗ മുഹു ക്ഷിപതി പ്രസ്വിന്നഗാത്ര രുരോദഃ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ ഒന്ന് അനുസ്മരിച്ചു പോകുന്നത്. ഹരേ കൃഷ്ണ. നമ്മൾ 2 ശ്ലോകം വെച്ചെടുക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. നമുക്ക് വീണ്ടും ഓരോ ശ്ലോകമാക്കാം. പക്ഷേ കുറച്ചുകൂടി നമ്മൾ കഴിയുന്നതും ചുരുക്കി പറയാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, 2 ശ്ലോകം വെച്ച് ഒരു ദിവസം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക. ഹരേ കൃഷ്ണ.